എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ രുചികരമായിട്ടുള്ള സോയാബീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാം. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയുടെ താഴെ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ സോയാബീൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഈ സോയാബീൻ ആദ്യം തന്നെ നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് ഇത്തിരി കറിവേപ്പില കൂടെ വേണം. അപ്പോൾ ബാക്കി മസാലപ്പൊടികളൊക്കെ നമുക്ക് തയ്യാറാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പേസ്റ്റിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ നമ്മുടെ പച്ചമുളക് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഉള്ളി ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത്തിരി ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. അപ്പോൾ ഈ കാശ്മീരി ചില്ലിപ്പൊടി നമ്മൾ അതിൻ്റെ ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയാബീനും കൂടെ ചേർക്കാം. അപ്പോൾ സോയാബീൻ ആ മസാലയിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സോയാബീനിലെ വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തിരി വെള്ളമൊക്കെ അതിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് ഫ്രൈ ആയി വരണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത്തിരി നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി നേരം ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്ക് ഏകദേശം ഒരു 15 സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. നേരത്തെ ഇത്തിരി കറിവേപ്പില ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അവസാനം നമ്മൾ ഇതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കമൻസും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഞങ്ങളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിൻ്റെ പ്രചോദനം. താങ്ക്